إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تتخذوا عدوي وعدوكم أولياء تلقون إليهم بالمودة ഏറെ പ്രിയങ്കരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ഇടപെടുന്ന ഓരോ ഇടങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വേനലവധി കാലത്താണ് നമ്മളിവിടെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവധിയുടെ പലതരം ആസ്വാദനങ്ങളിലേക്കും പലപ്പോഴും അവധികൾ അശ്രദ്ധമായ കുറേ സമയങ്ങളിലേക്കുമൊക്കെ നമ്മളെ നയിക്കുന്ന സന്ദർഭങ്ങളാണ്. പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് അതിൻ്റെ തൊട്ട് മുമ്പിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ നിലയ്ക്ക് തന്നെ തിരക്കുള്ളവരുണ്ട്, ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ ഗൗരവമായ കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുന്നവരുണ്ട്, ഇസ്ലാമിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും മതപഠനത്തെക്കുറിച്ചും മക്കളെ ബോധ്യപ്പെടുത്താൻ ഈ സമയം ഉപയോഗപ്പെടുമെന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെ ഈ അവധിക്കാലത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ആസന്നമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ എന്ന നിലയ്ക്ക് ഇസ്ലാമിലെ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു സമീപനം, പ്രത്യേകിച്ചും ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു മുസ്ലിം വിഭാഗം, ഒരു ന്യൂനപക്ഷ വിഭാഗമായി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ജനാധിപത്യ രാജ്യത്ത് സ്വീകരിക്കേണ്ട ചില നിലപാടുകളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം എന്നത് ഒരു മതമാണ്, നമ്മുടെ ജീവിതത്തിന്റെ മാർഗദർശനമാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെ ജീവിച്ച് മരിക്കുന്ന കാലത്ത് എന്തൊക്കെ ചെയ്യണമെന്ന്, മരണാനന്തര ലോകത്ത് അവൻ എന്ത് സംഭവിക്കുമെന്നൊക്കെ കൃത്യമായ കാഴ്ചപ്പാടുകൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരായ അവന്റെ സൃഷ്ടികൾക്ക് പ്രവാചകന്മാർ മുഖേന ഈ പ്രബോധനം, ഈ ദഅവത്ത്, ദീനിന്റെ ഹിദായത്ത് ഏത് വഴിക്കാകണം എന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്.
അതിൽ കുറെ നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്, മുന്നൊരുക്കങ്ങളെ കുറിച്ചും മുന്നറിയിപ്പുകളെ കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. ഹലാലുകളും ഹറാമുകളും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരും, ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നുപോയി. 10-25ഓളം പ്രവാചകന്മാരെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ചവരായിരുന്നു എന്ന് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു പ്രവാചകൻ അവരുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്നോ, ദൗത്യം പൂർത്തിയാക്കാതെ മടങ്ങിയെന്നോ, അല്ലെങ്കിൽ അത് പൂർത്തിയായില്ല എന്നോ ഒന്നും ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നില്ല. വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത കാലയളവിൽ വ്യത്യസ്തമായ ദൗത്യങ്ങളെ, വ്യത്യസ്തമായ പരീക്ഷണങ്ങളെയൊക്കെ അഭിമുഖീകരിച്ചാണ് പ്രവാചകന്മാർ ഈ ജീവിച്ച് കടന്നുപോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂചിപ്പിച്ചത് അള്ളാഹുവിന് ജീവിതം സമർപ്പിക്കാനാണ് പ്രവാചകന്മാർ അഖിലവും നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ കുറെ അനുയായികൾ ഉണ്ടായിരുന്ന പ്രവാചകന്മാരുണ്ടായിരുന്നു. എന്നാൽ വളരെ കുറച്ച് അനുയായികൾ മാത്രം ലഭിച്ച പ്രവാചകന്മാരുണ്ടായിരുന്നു, നബിമാരുണ്ടായിരുന്നു. ചിലർക്ക് ഭരണാധികാരം ലഭിച്ച പ്രവാചകന്മാരുണ്ടായിരുന്നു. എന്നാൽ ഭരണാധികാരം ഒന്നും ലഭിക്കാതെ വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടവരുണ്ടായിരുന്നു. കഠിനമായി പരീക്ഷണങ്ങൾക്ക് വിധേയമായിരുന്നുണ്ടായിരുന്നു. ഒരു സ്വൈര്യവും സമാധാനവും നൽകാത്ത അവരുടെ തന്നെ ഖൗമും ഒക്കെ അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഭരണം ഇല്ലാത്ത പ്രവാചകന്മാർ, ഭരണം കിട്ടിയ പ്രവാചകന്മാർ, ഒരു ഭരണകാലയളവിലെ എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത്, അധികാരം കിട്ടിയാൽ എങ്ങനെയാണത് കൈകാര്യം ചെയ്യേണ്ടത്, ഒരു ഇമാറത്തിൽ എത്തിപ്പെട്ടാൽ അയാളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, എത്രത്തോളം അയാൾ മസ്ഊലാണതിൽ, എത്രത്തോളം വലിയ അമാനത്താണ് അയാളുടെ കൈകളിലുള്ളത്, എത്രത്തോളം അതിൽ ഉത്തരവാദിത്തമുണ്ട്, നാളെ പരലോകത്ത് അതിന്റെ കണക്ക് പറയേണ്ടതുണ്ട് എന്നിത്യാദി കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മതം എന്ന നിലക്ക് നമ്മുടെ കൈവഴികൾ അതാണ്. പ്രവാചകന്മാരിലൂടെ ലഭിച്ച ദീനാണ് നമ്മുടെ വഴി എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയെ, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ഈ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം അയാളുടെ എന്താണ്? സ്വർഗം കിട്ടുക എന്നുള്ളതാണ് അയാളുടെ പ്രത്യേകമായ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിന് അയാൾ ആത്മീയമായി വളരണം, അതിനാവശ്യമായ പരിസരങ്ങൾ അയാൾക്ക് ഒരുക്കി കൊടുക്കണം. പരലോകത്ത് വിചാരണയിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അയാൾ ചെയ്യണം. ആ കർമ്മങ്ങൾ ദുനിയാവിൽ അയാൾ പൂർത്തീകരിച്ചു പോകുമ്പോഴാണ് അയാൾക്ക് സ്വർഗത്തിന്റെ അവകാശിയായി മാറാൻ കഴിയുക. നമ്മൾ മനക്കോട്ടകൾ കെട്ടും, പക്ഷേ പ്രവർത്തനമൊന്നുമില്ലെങ്കിൽ നമുക്ക് പ്രതിഫലം കിട്ടുകയില്ല. എന്നാൽ ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും തൃപ്തിക്കനുസരിച്ചല്ല എങ്കിൽ അയാളുടെ പ്രവർത്തനങ്ങൾ പുണ്യമായി സ്വീകരിക്കുകയില്ല. അത് വൃഥാവിലായി പോകും, പാഴായി പോകും. അതുകൊണ്ടാണ് ഖുർആൻ ഓർമ്മിപ്പിച്ചത്, വമാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുകയില്ല. അപ്പൊ നമ്മൾ എന്താണോ ദുനിയാവിൽ അള്ളാഹു തന്ന ഈ ആയുസ്സിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്, അതിനാണ് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്നത് എന്ന്, കൂലി നൽകുന്നത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നല്ലത് ചെയ്താൽ അതിന്റെ പ്രതിഫലം ഉണ്ടാവും, തിന്മയാണ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ ശിക്ഷയും ഉണ്ടാകുമെന്നാണ് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത്. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, വലികുല്ലിൻ ദറജാതും മിമ്മാ അമിലൂ, നിങ്ങൾക്ക് അമലുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള പദവികൾ അല്ലാഹു തആല ഉയർത്തിത്തരുമെന്നാണ്. അപ്പൊ നന്മയും തിന്മയും ചെയ്യുന്നവർക്ക് ലിംഗവ്യത്യാസമില്ലാതെ, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ അവരുടെ അമലുകൾക്ക് പ്രതിഫലം നൽകും, തിന്മകൾക്ക് ശിക്ഷയും ലഭിക്കുമെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഭൂമിയിൽ നമ്മുടെ കർമ്മമണ്ഡലമാണ്, പ്രവർത്തിക്കേണ്ട ഇടമാണ്, ജീവിക്കേണ്ട ഇടമാണ്. എങ്ങനെയാണ് ഭൂമിയിലെ വ്യവസ്ഥ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്? വ്യക്തിപരമായ ജീവിതമുണ്ട്, വ്യക്തിപരമായ ചോദ്യങ്ങളുണ്ട്, വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ തന്നെ കുടുംബപരമായ നമ്മുടെ ജീവിതമുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു സമൂഹത്തിൽ നമ്മൾ ഇടപെടുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്കും ഒരു ഉമ്മത്ത് എന്ന നിലക്കുമൊക്കെ, ഒരു ഖൗം എന്ന നിലക്കൊക്കെ നമ്മളിവിടെ ജീവിച്ചു മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ വ്യക്തി, കുടുംബം, സമൂഹം എന്ന നിലക്ക് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഇമാറത്ത് വേണം, ഒരു അമീറിനെ നിശ്ചയിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ഇസ്ലാമിക ഭരണമാണെങ്കിൽ അവിടെ ഇസ്ലാമികമായ ഭരണക്രമത്തിൽ ഒരു സംവിധാനം ഉണ്ടാവും, ഒരു ഖലീഫ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അമീർ അതിനുണ്ടാകും, മൊത്തത്തിൽ ഒരു നേതൃത്വം ഉണ്ടാകും. എന്നാൽ മുസ്ലിമേതര രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. അവിടെ എങ്ങനെയാണ് ഇസ്ലാമിക ഭരണമില്ലാത്ത വ്യവസ്ഥയിൽ ജീവിക്കേണ്ടത്
എന്നതിന് ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്തു നിർവഹിച്ചും ഇസ്ലാമികമായി ജീവിച്ചും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം എന്നും ഖുർആനും ഹദീസുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഒരു മുസ്ലിമായി ഒരു ജനാധിപത്യ രാജ്യത്ത്, ഇന്ത്യ പോലുള്ള രാജ്യത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് നമുക്ക് നൽകിയ സമത്വത്തെക്കുറിച്ച്, പരസ്പരം ഈ നാട്ടിൽ ജീവിക്കുന്നവരുടെ സാഹോദര്യത്തെ മനസ്സിലാക്കി നമുക്ക് അനുവദിച്ച സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തി നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു കാര്യമാണ്. അധികാര പങ്കാളിത്തത്തിലേക്ക് ജനാധിപത്യ സംവിധാനങ്ങളിൽ നമുക്ക് എത്തിപ്പെടാനുള്ള മാർഗമെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നമ്മുടെ സമ്മതിദാനാവകാശം വോട്ട് ചെയ്യുക എന്നതാണ്. വോട്ട് പ്രക്രിയയിൽ നമ്മൾ പങ്കാളികളാവുക എന്നുള്ളതാണ്. അതിലൂടെ നമ്മുടെ കാര്യങ്ങളെ സാധിച്ചെടുക്കാൻ പറ്റുന്ന, ദീനി പരിസരം സൗകര്യപ്പെടാവുന്ന, രാജ്യത്ത് സൗകര്യവും സമാധാനത്തോടും ജീവിക്കാൻ പറ്റുന്ന, അധികാരത്തിന്റെ കാര്യങ്ങളെ സുഗമമായി നടത്തിക്കിട്ടാൻ പറ്റുന്ന ആളുകളെ നമ്മൾ തെരഞ്ഞെടുത്ത് പറഞ്ഞയക്കുക എന്നതാണ് കരണീയമായ മാർഗമെന്ന് പറയുന്നത്. ആ മാർഗം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ വോട്ടുകൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്, വോട്ടുകൾ ചെയ്യേണ്ടതുണ്ട്. ചെയ്യാതെ മാത്രമല്ല, ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഒരു SIR പരിഷ്കരിക്കപ്പെട്ട ഒരു സമയത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 2002 വോട്ട് ചെയ്തവർ നിങ്ങളുടെ കുടുംബത്തിൽ ആരുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തവണത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വർഷങ്ങൾക്കപ്പുറത്ത് ചിലപ്പോൾ 2026 വോട്ട് ചെയ്തവർ നിങ്ങളുടെ കുടുംബത്തിൽ ആരുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അടുത്തൊരു SIR പരിഷ്കരിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ വോട്ട് ചെയ്യുന്നതിന്റെ കാര്യം ഗൗരവമായി കാണണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ ഈ പ്രവർത്തനത്തിൽ, തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുക, ഭരണഘടനയുടെ അന്തസ്സും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുക. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ദഅ്വാ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുന്നത് പോലെ തന്നെയാണ്. സാമൂഹ്യ സേവനം, അതുപോലെ തന്നെ ആളുകൾക്ക് പരസഹായം, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നാടിനും സമുദായത്തിനും സമൂഹത്തിനുമൊക്കെ നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പുണ്യപ്രവർത്തനമാണ്. നമുക്ക് ഇഖ്ലാസും അതുപോലെ തന്നെ നല്ല നീയത്തും ഉണ്ടെങ്കിൽ അതിലൂടെയൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ചുരുക്കി സൂചിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ, ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ, ഒരു മുന്നണിയോടോ ഒരു പ്രസ്ഥാനത്തോടോ ഒക്കെ നമ്മൾ കൂറ് പ്രഖ്യാപിക്കുമ്പോൾ, അതിനെ പിന്തുണച്ചു പോകുമ്പോൾ, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആത്യന്തികമായി ശ്രദ്ധിക്കേണ്ടത് പരലോക ജീവിതത്തെ അയാൾക്ക് ബോധമുണ്ടാകണം. മുഅ്മിനാണ് എന്ന ബോധമുണ്ടാകണം. അള്ളാഹുവിന്റെ അടുക്കൽ മരണപ്പെട്ടതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഓരോ ആമലുകൾക്കും പ്രതിഫലമുണ്ട്, തിന്മയാണെങ്കിൽ ശിക്ഷയുണ്ട് എന്ന ബോധമുണ്ടാകണം. മാത്രമല്ല, നന്മയാണ് ചെയ്യുന്നത് എങ്കിൽ അയാളുടെ പ്രതിഫലവും അയാളുടെ പദവികളും അള്ളാഹുവിന്റെ അടുക്കൽ ഉയർത്തപ്പെടുമെന്ന ബോധമുണ്ടാകണം. അതുകൊണ്ട് മതവിരുദ്ധമായ മുസ്ലിം വിരുദ്ധമായ ഒരു സംഗതിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നില്ല, നമ്മൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എന്നത് പ്രധാനമാണ്. പരിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ലാ തത്തഖിദൂ അദുവ്വി വഅദുവ്വകും ഔലിയാ, എന്റെ ശത്രുവിനെ, നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ ഒരിക്കലും മിത്രമായി സ്വീകരിക്കേണ്ടതില്ല. അപ്പൊ ഇസ്ലാമിനോട്, പടച്ചവനോട്, ദൈവത്തോട്, ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങളോട്, ഇസ്ലാമിന്റെ ഷിയാറുകളോട്, ഇസ്ലാമിക ചിഹ്നങ്ങളോട്, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളോട്, ഇസ്ലാമിന്റേതായ മേഖലകളോടൊക്കെ വളരെ വൈരാഗ്യം വെച്ച് പുലർത്തുകയും നമ്മളോട് ശത്രുത കാണിക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ താക്കീത് നൽകുന്നത്, അങ്ങനെ ഒരിക്കലും നിങ്ങളോട് സഹകരിക്കാത്ത, വിശ്വാസപരമായി നിങ്ങളെ എതിർത്ത് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ഒരു നന്മയിലും സന്തോഷിക്കാത്ത, നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും പരാധീനതകളും മാത്രം ആഗ്രഹിക്കുന്ന വിഭാഗങ്ങളോട് നിങ്ങൾ ഔലിയ, ഒരിക്കലും നിങ്ങൾ സഹായാർത്ഥികളായി, സ്നേഹ സൗഹാർദ്ദമുള്ളവരായി നിൽക്കേണ്ടതില്ല എന്ന് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അവരോട് നിങ്ങളൊരു മവദ്ദത്തും ഒരു സ്നേഹ ബന്ധമൊന്നും മിത്രങ്ങളായി കാത്തു സൂക്ഷിക്കേണ്ടതില്ല എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായി ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നത്, വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബി അൻ ഇദാ സമീഅതും ആയാത്തില്ലാ, ചില ആളുകളുണ്ട് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അതിനോടൊക്കെ ഒരുതരം അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നവർ, യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ, അതിനോട് കഠിനമായി വിരോധാണ്.
കഠിനമായ വിരോധം മാത്രമല്ല, അവിശ്വാസം പ്രകടിപ്പിക്കുകയും അത് മാത്രമല്ല ആയത്തുകളോ ഇത്തരത്തിലുള്ള ഇസ്ലാമികമായ കാര്യങ്ങളോ കേൾക്കുമ്പോൾ പരിഹാസത്തോടുകൂടി ഇടപെടുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അത്തരം ചർച്ചകളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന് ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ ചർച്ച അവർ അവസാനിപ്പിക്കുന്നത് വരെ നിങ്ങൾ അവരോടൊപ്പം സഹകരിക്കേണ്ടതില്ല, അവരോടൊപ്പം ഇരിക്കേണ്ടതില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മുസ്ലിങ്ങളുടെ ചിഹ്നങ്ങളെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിശുദ്ധ ഖുർആനെയും ഒക്കെ അങ്ങനെ വിമർശിക്കുകയും പരിഹസിക്കുകയും മുസ്ലിം ഉമ്മത്തിനോട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വെറുപ്പൊക്കെ വെച്ച് പുലർത്തുന്ന മനുഷ്യരുണ്ടാകും. അത്തരക്കാരോട് നിങ്ങൾ ഒരു സഹകരണം കാണിക്കേണ്ടതില്ല എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രവുമല്ല, മുനാഫിക്കുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, കാഫിരീങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നക്കും ഇദം മിസ്ലുഹും ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ. നിങ്ങൾ അവരുടെ കൂടെ അങ്ങനെ സഹായിച്ചും സഹകരിച്ചും ഒക്കെ പോകാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങളും ആ കൂട്ടത്തിൽ പെട്ടവരായിരിക്കും എന്ന് ഖുർആൻ ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, നിഫാഖോടുകൂടി അതുപോലെ തന്നെ കഠിനമായ വിശ്വാസത്തിന്റെ വെറുപ്പോടുകൂടി ആരാണോ ജീവിക്കുന്നത് ഫീ ജഹന്നമ ജമീഅ, അയാൾ നരകത്തിന്റെ അവകാശിയാകുമെന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തന മണ്ഡലം വളരെ സുതാര്യവും വളരെ വൃത്തിയുള്ളതും നമ്മുടെ ദീനിനെ കളങ്കപ്പെടുത്തുന്നതല്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന്, ആരാണ് നമ്മൾ എത്രത്തോളമാണ് ഒരു മുസ്ലിമേതര രാജ്യത്ത് അമുസ്ലിങ്ങളും വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും പല നിലക്കുള്ള ഇസങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരും പലതരത്തിലുള്ള വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുന്ന മനുഷ്യരൊക്കെ ഉണ്ടാവും. എല്ലാവരുമായും നമ്മളോട് ഇടപഴകി ജീവിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരോടുള്ള സഹകരണം എത്രത്തോളം ആകാമെന്നും ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആരോടൊക്കെയാണ് നമുക്ക് സഹകരിക്കാൻ പറ്റുക എന്നതും കൃത്യമായി നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞു, ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ. ദീനിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത മനുഷ്യരോട് അല്ലാഹു തആല നിങ്ങൾ സഹകരിക്കുന്നതിൽ വിരോധം പ്രകടിപ്പിക്കുന്നില്ല എന്നാണ്. അപ്പൊ നമ്മൾ മുസ്ലിമായതിന്റെ പേരിൽ, മുഅ്മിനായതിന്റെ പേരിൽ, ദീനനുസരിച്ച് ജീവിക്കുന്നതിന്റെ പേരിൽ, ദീനിന് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കിക്കൂട്ടുന്നതിന്റെ പേരിലൊക്കെ നമ്മളോട് യുദ്ധം പ്രഖ്യാപിക്കാത്ത മനുഷ്യരുണ്ടാവും. പക്ഷെ അവർ മുസ്ലിങ്ങളല്ല, നമ്മളുമായി സഹകരിക്കുന്ന ആളുകളാണ്. പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും ഭൗതികമായ കാര്യങ്ങളിലുമൊക്കെ പരസ്പരം കൊടുക്കൽ കൊള്ളലുകൾ സ്വീകരിക്കുന്ന ആളുകളാണ്. അവരുമായി നമുക്ക് ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകാമെന്നാണ്. വാഖ്റജൂകും മിൻ ദിയാരിക്കും വദഹറു അലാ ഇഖ്റാജികും മൻ തവല്ലൗഹും. ചില ആളുകളുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാൻ പണിയെടുക്കുന്നവർ. ചില ആളുകൾ നേരിട്ടല്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, നമ്മളെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കുന്ന ചില ആളുകളുമുണ്ട്. അവരോട് മാത്രമാണ് നിങ്ങൾ കാർക്കശ്യത്തോടുകൂടി അല്ലെങ്കിൽ ഒരു സഹകരണ മനോഭാവത്തോടുകൂടി സൗഹൃദ മനോഭാവത്തോടുകൂടി പോകാതിരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോടുള്ള സഹകരണം പാടില്ല എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. പുറത്താക്കാൻ വേണ്ടി മറ്റുള്ളവരുമായി കൈകോർത്ത് തോളിൽ കൈയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. പ്രത്യക്ഷത്തിൽ അവരില്ലെങ്കിലും അണിയറയിൽ അവരുടെ പ്രവർത്തനങ്ങൾ സജീവമായിരിക്കും. അവരോടും നമ്മുടെ സഹകരണത്തിൽ പരിമിതി നിയന്ത്രണമുണ്ട് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മതവിരുദ്ധരായവരോട്, മുസ്ലിം വിരുദ്ധത കാണിക്കുന്നവരോട്, അള്ളാഹുവിനോടും നമ്മളോടും മുസ്ലിം ഉമ്മത്തിനോടും ശത്രുത പ്രഖ്യാപിച്ചവരോട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ദീനിൽ നിന്ന് പുറത്താക്കുകയും അങ്ങനെ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ സഹകരിക്കേണ്ടതില്ല എന്നാണ് ഖുർആന്റെ താല്പര്യമെന്ന് പറയുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം, നിങ്ങൾക്ക് സമാധാനത്തോടെ നിങ്ങളുടെ ആരാധനകൾ നിർവഹിക്കാം, ദീനീ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താം, ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കാം, അതിനിവിടുത്തെ അധികാര പങ്കാളിത്തത്തിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം, പ്രവർത്തിക്കാം, സമാധാനപരമായ ആളുകളുമായി സംവദിക്കാം. ഇതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കിത്തരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ആളുകളോട് ശത്രുതയും വിരോധവും ഉണ്ടാകേണ്ടതില്ല എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒരു ഇലക്ഷന് മുന്നിൽ നിൽക്കുമ്പോൾ ഫാഷിസം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, രാജ്യത്ത് വലിയ തോതിലുള്ള വിഭാഗീയതകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വർഗീയതകൾ പല രീതിയിൽ സോഷ്യൽ മീഡിയ രംഗത്തും അല്ലാത്ത ഇടങ്ങളിലുമൊക്കെ പരസ്പരം ചളിവാരി തേക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവിടെ വളരെ സ്വസ്ഥമായി ആലോചിച്ച് നമ്മുടെ സുരക്ഷിതത്വത്തിനും സമൂഹത്തിന്റെ കെട്ടുറപ്പിനും ഇവിടുത്തെ ക്ഷേമത്തിനും ഒക്കെ ആവശ്യമായ ആളുകളെ വളരെ ആലോചിച്ച് ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് അയക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത്. പലപ്പോഴും 1,00,000 വോട്ടൊക്കെ ഉള്ള നമ്മുടെ മുസ്ലിങ്ങൾക്ക് ഗുണപരമായ അല്ലെങ്കിൽ ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് സമാധാന അന്തരീക്ഷം കിട്ടുന്ന ഇടങ്ങളിലൊക്കെയുള്ള ആളുകൾ പലപ്പോഴും തോറ്റുപോകുന്നത് ഒരുപാട് അപരന്മാരുണ്ടാകുമ്പോൾ,
ഒരേ സമുദായത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ പാർട്ടിയിൽ നിന്നോ വ്യത്യസ്തമായ ആളുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള വോട്ടുകളൊക്കെ സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയും വളരെ കുറഞ്ഞ വോട്ടുകൾക്ക് മറ്റുള്ള ആളുകൾ ജയിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇത് അവിവേകം കാണിക്കേണ്ട സന്ദർഭമല്ല. ആലോചിച്ച് ഉമ്മത്തിനും നാടിനും രാജ്യത്തിനുമൊക്കെ സമാധാനപരമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കാനുള്ള വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ഇലക്ഷനാണ് നമ്മൾ മുൻപിലുള്ളത്. അതുകൊണ്ട് ആലോചിച്ച് നമ്മൾ ചെയ്യുക എന്നത് പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ. ഇതോടനുബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക എന്നതാണ്. സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളിൽ വസ്തുതകളുള്ളതും വസ്തുതകളില്ലാത്തതുമായ ധാരാളം കാര്യങ്ങൾ ഉണ്ടാകും. സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു, ആളുകളുടെ പ്രഭാഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ലൈംഗിക വ്യഭിചാര ആരോപണങ്ങൾ നിരന്തരമായി ആളുകൾ എഴുതിവിട്ടുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും പ്രൊഫൈലുകളൊക്കെ നോക്കുമ്പോൾ മുസ്ലിം നാമധാരികളായ ആളുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആളുകൾക്കെതിരെ അപവാദ പ്രചരണം നടത്തുക, ആരോപണം ഉന്നയിക്കുക, അഴിമതി ആരോപണം ഉന്നയിക്കുക, സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിക്കുക, വസ്തുതകളല്ലാത്ത കാര്യങ്ങളാണ് എങ്കിൽ നാളെ പരലോകത്ത് ഖേദിക്കേണ്ടി വരുമെന്ന് ഒരു മുഅ്മിൻ എന്ന നിലക്ക് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ പറഞ്ഞു, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും അറിയാതെ നിങ്ങളുടെ നാവിൽ നിന്ന് ഒരു വാക്കുകളും ഉതിർന്നു വീഴുന്നില്ല. അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നാണ്. ആ നിലക്ക് വളരെ ഗൗരവത്തിൽ നമ്മളത് കാണണം. ഖുർആൻ പറഞ്ഞു, വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽമിൻ. യാതൊരു വിവരവുമില്ലാതെ ആളുകൾ ഇങ്ങനെ വായ കൊണ്ടിങ്ങനെ ഓരോന്ന് ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നു, ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഏറ്റേറ്റ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ലൈക്കും ഷെയറും ചെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യരായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. വതഹ്സബൂനഹു ഹയ്യിന. ഖുർആൻ പറഞ്ഞു, ആളുകൾ വിചാരിക്കുന്നത് ഇത് വളരെ നിസ്സാരമായ കാര്യമാണ് എന്നാണ്. വഹുവ ഇൻദല്ലാഹി അദീം എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു. അത് പടച്ചവന്റെ അടുത്തെത്തുമ്പോൾ വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അപവാദ പ്രചരണങ്ങളിലും ആരോപണങ്ങളിലുമൊക്കെ നമ്മൾ ഇടപെടാതിരിക്കുകയും അതിന്റെ വസ്തുതകൾ അറിയാതെ അത് ഏറ്റുപിടിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഇല്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക. കൂടിയാലോചനകളിൽ നന്മകളിൽ നമ്മൾ സഹകരിക്കുക. തഅവനു അലൽ ബിർരി വത്തഖ്വ വലാ തഅവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയിലും നല്ല കാര്യങ്ങളിലുമൊക്കെ പരസ്പരം സഹകരിച്ച് ഒരു ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇതര സമൂഹത്തിലെ ആളുകളെ ആദരിച്ചും ബഹുമാനിച്ചും പരസ്പരം സ്നേഹിച്ചും പരസ്പരം ആശയങ്ങൾ സംവദിച്ചുമൊക്കെ ഒരു സമാധാന അന്തരീക്ഷത്തിലൂടെ മുന്നോട്ട് പോകുന്നതിന് ദീനൊരിക്കലും തടസ്സമല്ല. വലാ തഅവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. കുറ്റകൃത്യങ്ങളിലും വേണ്ടാത്തരങ്ങളിലുമൊക്കെ അങ്ങനെ ഇടപെട്ട് തോന്നിവാസങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളോ പരിസരങ്ങളോ അത്തരത്തിലുള്ള സംവിധാനങ്ങളോടോ നമ്മൾ സഹകരിക്കേണ്ടതുമില്ല എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് ആണും പെണ്ണും അതിരും ലംഘുമോ എല്ലാം ലംഘിച്ച് ഇടപെടുന്ന കാഴ്ചകൾ പുതിയ കാലത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മുഅ്മിനിന്റെ അതിർത്തി എവിടെയാണ്? ഒരു മുസ്ലിമത്തിന്റെ മുഅ്മിനത്തിന്റെ അതിർത്തി എവിടെയാണ്? ആണുങ്ങളും പെണ്ണുങ്ങളും എവിടെയാണ്, എങ്ങനെയാണ് ദീനുൽ ഇസ്ലാമിന്റെ ഒരു മാർഗനിർദ്ദേശം അനുസരിച്ച് പെരുമാറേണ്ടത്, ഇടപെടേണ്ടത് എന്നതൊക്കെ ദീന് കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈമാനോ നമ്മുടെ ദീനോ നഷ്ടപ്പെടുന്നിടത്ത് നമ്മൾ ജാഗ്രത പുലർത്തണം എന്നത് നമ്മൾ അല്ലാതെ പിന്നെ ആരാണ് മനസ്സിലാക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഈ ചുരുങ്ങിയ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ നമുക്ക് ഈമാനോടും തൗബയോടും അതുപോലെ തന്നെ ദീനുൽ ഇസ്ലാമിൽ അള്ളാഹു തൃപ്തിപ്പെട്ടവരോടൊപ്പം മരണപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകണം. അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അത് നഷ്ടപ്പെടുത്തുന്ന ഏത് സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തന്നെയാണ് ഉറപ്പുവരുത്തേണ്ടത്. ഒരു ഇലക്ഷൻ വരുമ്പോ സർക്കാരിനെ വിലയിരുത്തേണ്ടി വരും. നമ്മുടെ ഇടയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിലയിരുത്തേണ്ടി വരും. നാട്ടിൽ രാജ്യത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടും. നമ്മളതൊക്കെ വിലയിരുത്തുകയും വേണം. ഒരു സ്ഥാനാർത്ഥിയാകുമ്പോ അയാളുടെ എക്സ്പീരിയൻസ്, അയാളുടെ അതുപോലെ തന്നെ അയാളുടെ ഒരു പാരമ്പര്യം, പ്രവർത്തന രംഗത്ത് ആളുകളുമായുള്ള ബന്ധങ്ങൾ, ആളുകളുടെ സഹായഹസ്തവുമായി ഓടിയെത്തുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ വിലയിരുത്തപ്പെടും. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ക്ഷേമകാര്യങ്ങൾ, ഇവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ കാര്യങ്ങൾ, ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ എല്ലാം വിലയിരുത്തപ്പെടും. അതുപോലെ തന്നെ നിയമങ്ങളും സംവിധാനങ്ങളെക്കുറിച്ചും വിലയിരുത്തപ്പെടും. ഇവിടെ പൗരത്വ പ്രശ്നങ്ങളുണ്ടായി, SIR പ്രശ്നങ്ങളുണ്ടായി, അതുപോലെ തന്നെ കോവിഡ് പോലത്തെ മഹാദുരന്തങ്ങൾ വന്നു, അതുപോലെ തന്നെ മദ്യവുമായി ബന്ധപ്പെട്ട വലിയ നിയമങ്ങൾ വന്നു. 29 കള്ളുഷാപ്പുകൾ തുറന്നെടുത്തുന്ന, ബാറുകൾ തുറന്നെടുത്തുന്ന 1000-ലധികം ബാറുകളിലേക്ക്, കള്ളുഷാപ്പുകളിലേക്ക് നമ്മുടെ കൊച്ചു കേരളം വഴിമാറിപ്പോയിരിക്കുന്നു. നല്ല സമ്മർദ്ദ ശക്തിയായാലേ ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് ഓരോ പാർട്ടികളെയും പ്രസ്ഥാനത്തെയും ഒക്കെ നമുക്ക് തിരിച്ചുപിടിക്കാൻ കഴിയുകയുള്ളൂ.
നമ്മുടെ രാഷ്ട്രീയ ഇടപെടലുകൾ, നമ്മൾ ഓരോരുത്തരും ഇടപെടുന്ന ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ധാർമ്മികതയ്ക്ക് വേണ്ടി സംസാരിക്കുകയും ഈ വരുന്ന തലമുറയുടെ ആരോഗ്യവും മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്നതിനുമൊക്കെ ആവശ്യമായ കാര്യങ്ങളിൽ ശക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. ചോദ്യങ്ങൾ ഉന്നയിക്കുകയും സംശയങ്ങൾ ദൂരീകരിക്കുകയും അങ്ങനെ നേതൃത്വത്തെ ഇത്തരത്തിൽ മത്സരിക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോഴേ ജനാധിപത്യ സംവിധാനങ്ങൾ നന്നാവുകയുള്ളൂ. പലരും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. എന്താ കാരണം? രാഷ്ട്രീയം നമുക്ക് പറ്റിയ പണിയല്ല, ഒരു വല്ലാത്ത വേറിട്ട ചിന്തയാണത്. പക്ഷേ നമ്മൾ അതല്ല ചെയ്യേണ്ടത്. എല്ലാ മൂല്യങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നവർ, നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, നാട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്പം ദീനും അല്പം സംസ്കാരവും ധാർമ്മികതയും ഒക്കെ കാത്തുസൂക്ഷിക്കുന്നവർ ഇത്തരം മേഖലകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നാൽ അവിടെ പിന്നെ ആരാണുണ്ടാവുക? അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ലാതാകും. അതുകൊണ്ട് ചില പരിക്കുകളൊക്കെ ഉണ്ടാകും. എല്ലാ സംവിധാനങ്ങളും നമ്മൾ വിചാരിച്ച പോലെ 100% പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. മനുഷ്യർക്ക് ബാധിക്കുന്ന ദുർബലതകളൊക്കെ ഓരോ പാർട്ടിക്കും പ്രസ്ഥാനങ്ങൾക്കും ബാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിൽ രാഷ്ട്രീയമായി, അതുപോലെ തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഇടപെടേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികൾ നമുക്കതിനു വേണ്ടി പാത കാണിച്ചു തന്നിട്ടുണ്ട്, അതിന്റെ വഴികൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അത് ദീനിയായ പ്രബോധന പ്രവർത്തനങ്ങൾ പോലെ തന്നെ നിങ്ങൾക്ക് പ്രതിഫലമുള്ള കാര്യങ്ങളാണ് എന്ന് അവർ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകണമേ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ഉമ്മത്തിനും ഈ നാടിനും രാജ്യത്തിനുമൊക്കെ ഗുണം പകരുന്ന നല്ല ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വെക്കേഷൻ കാലം കുട്ടികൾക്കൊക്കെ സ്കൂളിലെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് അല്പം വിശ്രമിക്കാനും അവരുടേതായ കളികളും വിനോദങ്ങളിലുമൊക്കെ ഏർപ്പെടാനുള്ള സമയമാണ്. അതിനൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും വേണം. നമ്മുടെ കുട്ടികളുടെ മാനസികമായ വളർച്ചയ്ക്കും ശാരീരികമായ വളർച്ചയ്ക്കുമൊക്കെ അത് വളരെ അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും അത്തരം സാഹചര്യങ്ങളും സൗകര്യങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ ബോധപൂർവം അത്തരം ഇടങ്ങളിലേക്ക്, കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഇടങ്ങളിലേക്ക് രക്ഷിതാക്കൾ അവരെ എത്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ മതപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. സ്കൂളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും തിരക്കുകളായിരിക്കും ആളുകൾക്ക്, കുട്ടികൾക്കും തിരക്ക്. നമ്മുടെ മദ്രസ വിദ്യാഭ്യാസമൊക്കെ വളരെ ചെറിയൊരു സമയമാണ് അവർക്ക് കിട്ടുന്നത്. ഭൂരിഭാഗവും സമയവും അവർ ഈ സമൂഹത്തോട് സ്കൂളുകളിലൊക്കെ ആകുമ്പോൾ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ആയിട്ട് ഇടപഴകി ജീവിക്കുന്നവരാണ്. അവർക്ക് യഥാർത്ഥ ദീനിനെക്കുറിച്ചും കൾച്ചറിനെ കുറിച്ചും ഇബാദത്തുകളെ കുറിച്ചും മാതാപിതാക്കളെ കുറിച്ചും നമ്മുടെ ഉമ്മത്തിനെ കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അദബുകളെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അല്പം സമയമൊക്കെ മാറ്റിവെക്കാൻ പറ്റുന്ന ദിനങ്ങളാണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മദ്രസകളിൽ പൊതുപരീക്ഷ, അതിനുവേണ്ടി കുട്ടികൾ തയ്യാറെടുക്കുന്ന സമയമാണ്. രക്ഷിതാക്കൾ അവരോടൊപ്പം ഇരിക്കുകയും കുട്ടികൾക്ക് ആവശ്യമായ സപ്പോർട്ടൊക്കെ കൊടുക്കേണ്ട സന്ദർഭമാണ്. നമ്മുടെ നാട്ടിലൊക്കെ മോറൽ സ്കൂളുകൾ, സമ്മർ ഈ ക്ലാസുകളൊക്കെ മതപരമായി നൽകുന്ന എത്രയോ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളെ അത്തരം ഇടങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുമ്പോഴാണ് അവർക്ക് പരലോകത്തെക്കുറിച്ചും പാരത്രിക ലോകത്തെക്കുറിച്ചൊക്കെ ഉള്ള ഗൗരവമായ ചിന്തകളും ബോധമൊക്കെ ഉണ്ടാകുക. മദ്രസയിലെ ചെറിയ പ്രായം കഴിഞ്ഞ് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴാണ് കുട്ടികൾക്ക് അവരുടെ ചിന്തകളും ഒക്കെ ശരിക്ക് ബോധ്യപ്പെട്ട് നിർവഹിക്കാൻ കഴിയുക. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു കാര്യം യഖീനായിട്ടൊക്കെ നിർവഹിക്കാൻ കഴിയുക. അതുകൊണ്ട് അവരെ ആ കാര്യത്തിന് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദുനിയാവിൽ വിഷമങ്ങളൊന്നും വരാതെ അവരെ അറിയിക്കാതെ പലപ്പോഴും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യും. വീട്ടിലെ പല പ്രതിസന്ധികളുണ്ടെങ്കിൽ രക്ഷിതാക്കൾ മക്കളെ അറിയിക്കാതെ കുടുംബത്തെ അറിയിക്കാതെ ഒക്കെ നിർവഹിക്കും. എന്താ കാര്യം? ദുനിയാവിൽ ഇനി അതവരിഞ്ഞ് വിഷമിക്കേണ്ട വിചാരിച്ചിട്ടാണ്. കറണ്ട് ബില്ലടക്കുന്നു, മക്കളുടെ പഠനത്തിന് പൈസ ചെലവാക്കുന്നു, പലതരത്തിൽ അധ്വാനിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നു. എന്റെ മക്കൾ ദുനിയാവിൽ വിഷമിക്കരുത് എന്നതാണ് അതിന്റെ പിന്നിലെ ചേതോവികാരം എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ അവർ കണ്ണുനീരുണ്ടായത്, സങ്കടപ്പെടരുത് എന്നുള്ളതുകൊണ്ടാണല്ലോ.
അത് നമ്മൾ ദുനിയാവിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ പരലോകത്തേക്ക് നാളെ പരലോകത്തെത്തുമ്പോൾ അവർ സങ്കടപ്പെടാതിരിക്കാൻ, വിഷമിക്കാതിരിക്കാൻ, അവർ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, എന്റെ രക്ഷിതാക്കളതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന ഒരു സാഹചര്യം വരാതിരിക്കാൻ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്തു കൊടുക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മദ്രസ തന്നെ 5ാം ക്ലാസ് കഴിഞ്ഞാൽ നിർത്ത എന്ന് ആലോചിക്കുകയാണ് രക്ഷിതാക്കൾ. 7ാം ക്ലാസ് കഴിഞ്ഞാൽ നിർത്ത എന്ന് ആലോചിക്കുകയാണ്. നമ്മുടെ മദ്രസ 5, 6, 7, 8 ഒക്കെ ഇവിടെ തുടർന്നു പോകുന്നുണ്ട്. രക്ഷിതാക്കൾ കൂടി അതിന് മുൻകൈ എടുത്ത് കുട്ടികൾ അതിനു വേണ്ടി പ്രാപ്തമാക്കിയാൽ അതൊക്കെ നടക്കുകയുള്ളൂ. അതൊക്കെയാണ് പരലോകത്തേക്ക് ബാക്കി ഉണ്ടാവുക. അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ.